നൈസാണ്. പക്ഷേ വലിയ വലിയ സംഭവമൊന്നുമല്ല. ഫുൾ വയലൻസാണ്. ഫുൾ വയലൻസ്, നല്ല വയലൻസാണ്. നായകൻ വിജയകുമാർ ആളുടെ നേരത്തെ പടം പോലെ അല്ല. ആൾ ഇതുവരെ രണ്ടുപേരെ ഉരുടി കൊല്ലുന്നല്ല. ഇത് വേറെ ലെവല് വേണം. ഭയങ്കര വയലൻസ്, നല്ല വയലൻസാണ്. പക്ഷേ മാക്സിമം വയലൻസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ യൂത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വർക്ക് തന്നെയാണ്. പിന്നെ കുറച്ച് ലാഗുണ്ട്. ആ ലാഗ് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ പടം കുഴപ്പമില്ല. അതിന് കണ്ടിരിക്കാൻ പറ്റിയൊരു സാധനമല്ല. ലൊക്കേഷൻ്റെ പ്രൊഡക്ഷൻസിൽ ഫസ്റ്റ് പടം ആയതുകൊണ്ട് അത്യാവശ്യം വമ്പൻ സാധനം ദൃശ്യമുണ്ട്. പക്ഷെ കണ്ടിരിക്കാൻ പറ്റിയൊരു സാധനമാണ്. ലൊക്കേഷൻ്റെ പ്രൊഡക്ഷൻ ആണല്ലോ, അപ്പോൾ അതിനുള്ളൊരു വകുപ്പുണ്ടല്ലോ. അതാ പറഞ്ഞത്, വയലൻസ് ആണ് പടം. വയലൻസ് ആണ്, ഫുൾ വയലൻസ് ആണ്. ലൊക്കേഷൻ്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് വന്നത്. പിന്നെ വിജയകുമാർ ആക്ടർ അവൻ്റെ 2 പടം കണ്ടുകൊണ്ട് അവർക്ക്, അപ്പോൾ അതുകൊണ്ടാണ് വേണ്ടി വന്നത്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ കമ്മിറ്റി ഉണ്ട്. അടുത്ത പടം എന്താണ് നോക്കാം. എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടി. പക്ഷേ അത് നമുക്ക് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. അത് മാത്രമേ കുഴപ്പം, വേറെ കുഴപ്പമൊന്നുമില്ല. പക്കായിട്ട് ഇത് കാണാൻ പറ്റും. ഫൈറ്റ് ക്ലബ്ബ് എനിക്ക് തോന്നിയത് മലയാളത്തിലൊരു അങ്കമാലി ഡയറീസ് തമിഴ് കണ്ടതിൻ്റെ ഒരു ഫാക്ടറാണ് എനിക്ക് തോന്നിയത്. ആക്ച്വലി ഇത് വിജയകുമാർ എന്ന സെൻട്രൽ ക്യാരക്ടർ നൂറിയടി എന്ന് പറഞ്ഞ തമിഴിലെ സൂപ്പർ ഹിറ്റ് ചെയ്ത് ഫസ്റ്റ് സെക്കൻഡ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഹീറോ ആണ് ചെയ്തേക്കുന്നത്. ഗോവിന്ദ് വസന്തിൻ്റെ മ്യൂസിക് ഒന്നും പറയാനില്ല. പടത്തിൽ പിടിച്ചിരുത്തിയേക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഗോവിന്ദ് വസന്ത് മ്യൂസിക്കാണ്. അടിപ്പട ഇഷ്ടമുള്ള ഒരു തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ലോ ഫേസ്ഡ് ആക്ഷൻ മൂവീസ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ വന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ നല്ല പടമാണ് ഫൈറ്റ് ക്ലബ്ബ്. ലോകേഷിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് നമ്മൾ തിയേറ്ററിൽ വരുന്നത്. ലോകേഷിനെ ആ ഒരു പാറ്റേൺ സ്റ്റൈലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഫൈറ്റ് ക്ലബ്ബ് എന്നുള്ള ആ പേരിൽ കിട്ടാനുള്ള അടികൾ അതുപോലെ പിടിച്ചിരുത്താൻ പറ്റും. ഒരുപാട് സീക്വൻസ്, ഒരു ബസ്സിൽ വെച്ചുള്ള സീനുണ്ട്, തിയേറ്ററിൽ വെച്ച സീനുണ്ട്. അതൊക്കെ നല്ല സ്പിരിറ്റ് ഇരുന്ന സാധനമാണ്. നല്ല പടം. ഇതിൽ ശങ്കർദാസ് എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് ആണ് പടത്തിൽ. സൂപ്പർ പടം. ലോകേഷ് പ്രസൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഫൈറ്റ് ക്ലബ്ബ് ലോഞ്ച് ചെയ്തത്. അപ്പം അത് തന്നെ ഒരു നല്ല എക്സ്പെക്റ്റേഷനോടെ കൂടെ പോയി കണ്ടതാണ്. ഡിസപ്പോയിൻറ്റഡ് അല്ല. പടം കുഴപ്പമില്ല, രസമുണ്ട്. ആക്ഷൻ സീക്വൻസുകളും അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ വിജയകുമാർ എന്ന് തോന്നുന്നു പുതിയ ആർട്ടിസ്റ്റിൻ്റെ പേര്. പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പിന്നെ മലയാളി ആക്ട്രസ് മോനിഷയുണ്ട്. അവരുടെ കോമ്പിനേഷൻസൊക്കെ രസമുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഭയങ്കര റോയാണ്. പിന്നെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ചെന്നൈയിലുള്ള പൊളിറ്റിക്കൽ ഫ്രിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വടച്ചെന്നൈ എന്നുള്ള മൂവി കണ്ടില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നെ കോളേജ് സീൻസും കാര്യങ്ങളൊക്കെ രസമുണ്ട്. ഒരു കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്പെഷ്യലി അടിപൊളിയായിട്ടുണ്ട്. ഓവറോൾ കാണാൻ പറ്റിയ വയലൻസ് മാത്രമാണോ? വയലൻസ് മാത്രമല്ല, വയലൻസിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ, ഒരു റീസൺ ഉണ്ടാവുമല്ലോ ഡെഫിനറ്റായിട്ട്. അപ്പോൾ അതാണ് സ്റ്റോറിയുടെ ഒരു ക്രിയേറ്റീവ് ലൈൻ. പിന്നെ റിവെഞ്ച് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അതൊക്കെയാണ് ലോകേഷ് പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ സിനിമയാണല്ലോ. അപ്പം ലോകേഷ് പ്രൊഡക്ഷൻ അല്ലല്ലോ, ലോകേഷ് പ്രസൻസ് ആണ്. അത് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ലൈക്ക് അവർക്ക് ആ പടം ഇഷ്ടപ്പെട്ടു, ബ്രിങ്ങിങ് ഇറ്റ് ടു ദ പബ്ലിക് എന്നുള്ളൊരു അതാണ് തോന്നുന്നത് കേട്ടോ അതിൻ്റെ ഒരു മീനിങ്. ഐ ഡോണ്ട് നോ, പ്രൊഡക്ഷൻ അല്ലാന്ന് തോന്നുന്നു. ലോകേഷ് പ്രസൻസ് ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പെക്ടേഷനും ഇത് ലോകേഷിൻ്റെ ആ ഒരു പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും ലോകേഷിൻ്റെ ഒരു ലോകേഷ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാറ്റേൺ ഉണ്ട്. ഇതിപ്പം അങ്ങനെ പാറ്റേൺ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിന് വയലൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഓവറോൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. നല്ല സിനിമയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരു കുറച്ച് വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്കാണ് കൂടുതലായിട്ട് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുക. പക്ഷേ ഒരു വയലൻസ് ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ തന്നെ അതിനകത്ത് 2 തരത്തിൽ പറയാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വയലൻസിൻ്റെയും അതുപോലെ ഡ്രഗ്സിൻ്റെയൊക്കെ ഒരു ദോഷവശങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഈ മൂവിയിലൂടെ നമുക്ക് ഒരു എൻഡിൽ അറിയാൻ പറ്റും. അതുപോലെ ഒരാൾക്കുണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം നല്ലൊരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ മേക്കിങ്, എഡിറ്റിങ്, സോങ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ് ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചെന്ന് തന്നെ പറയാം. നല്ലൊരു മൂവിയാണ്.